Hello, live streamers. Welcome back. Happy Thanksgiving to every one of you. നമുക്കറിയാവുന്ന പോലെ സാധാരണ നമ്മുടെ നാട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാത്തൊരു ആഘോഷമാണ്. ഇത്തവണ ഫസ്റ്റ് ടൈം എവർ ഞാൻ കുറച്ച് പ്ലാനൊക്കെ ചെയ്തു, കുറച്ച് ചെറിയ ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ താങ്ക്സ് ഗിവിംഗ് ഡേ സെലിബ്രേറ്റ് ചെയ്തതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പം US-ലൊക്കെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഡിന്നർ പാർട്ടിയാണ്. എസ്പെഷ്യലി ടർക്കിയൊക്കെ ആണല്ലോ അതിൻ്റെ ഫേമസ്. നമുക്കപ്പോൾ നമ്മുടേതായ രീതിയിൽ പക്ഷേ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിഷ് സെർവ് ചെയ്യണമെന്ന് വിചാരിച്ച് അപ്പം ഞാനും അനിയത്തിയും കൂടിയിട്ട് പുഡിംഗ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പുഡിംഗ് ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. റിനു കുറച്ചും കൂടി എക്സ്പേർട്ടാണ്, കുറച്ച് പുഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ റിനുവിൻ്റെ നേതൃത്വത്തിലാണ് പ്രധാനമായിട്ട് പരിപാടികൾ നടക്കുന്നത്. നമ്മളൊരു മിൽക്ക് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ മേലെ ചെറിയൊരു ടോപ്പിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ചോക്ലേറ്റ് ഫഡ്ജ്. അപ്പോൾ അങ്ങനെ ഈ ചോക്ലേറ്റ് ഫഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കടിച്ച് കഴിക്കാവുന്ന ഒരു സംഭവം, പുഡിംഗ് സ്പൂൺ കൊണ്ട് കഴിക്കാനും. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഉച്ചയ്ക്കുള്ള ചിക്കൻ കറി റെഡി ആവുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറ് കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ മാക്സിമം ഓയിൽ കുറച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൊണ്ട് കുക്ക് ചെയ്യാനുള്ളൊരു ശ്രമമാണ്. ചിക്കനിലെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം 1 ടേബിൾ സ്പൂൺ എണ്ണയിൽ വഴറ്റിയെടുത്ത് അത് മിക്സിയിൽ അടിച്ച് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതിലോട്ട് ഈ മിക്സിയിൽ അടിച്ച സംഭവങ്ങൾ, വഴറ്റി വെച്ച സംഭവങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത് കുക്കറിലിട്ടൊരു വിസിലടിച്ച് അത് കഴിഞ്ഞ് വീണ്ടും ഒരു ചീനച്ചട്ടിയിലോട്ടിട്ട് കുറച്ച് ഗരം മസാല, കസൂരി മേത്തി, മല്ലിയിലയൊക്കെ തൂവി നല്ലൊരു ഫസ്റ്റ് ക്ലാസ് കറിയായിരുന്നു എന്ന് തന്നെ പറയാം. ചപ്പാത്തിക്ക് അടിപൊളിയാണ്, ചോറിൻ്റെ കൂടെയും ഓക്കെയാണ്, എന്നാൽ ഭയങ്കര ഹെൽത്തിയാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ആകെ ഈ ഒരു ഓയിൽ മാത്രം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചത് മാത്രമേ ഉള്ളൂ. നാളികേരം അരയ്ക്കുകയോ വറുത്തരയ്ക്കുകയോ തേങ്ങാപ്പാൽ ഒഴിക്കുകയോ അല്ലെങ്കിൽ കശുവണ്ടി അരച്ച് ചേർക്കുക, അങ്ങനെയൊക്കെ അല്ലേ. തിക്നെസ്സിന് വേണ്ടി അങ്ങനെ വേറെ ഒന്നും നമ്മൾ ചെയ്തില്ല. ഇത് നമ്മുടെ ചോക്ലേറ്റ് ഫഡ്ജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഛിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുന്നത് ഡയറി മിൽക്ക് സിൽക്ക് ആണ് മക്കളെ. അപ്പോൾ ഇതിൻ്റെ അനന്തരഫലം എന്താണ് ഉണ്ടായതെന്ന് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. നമ്മുടെ ചോക്ലേറ്റ് ഫഡ്ജൊക്കെ എന്ത് ഫോമിലായെന്നും നമ്മുടെ പുഡിംഗ് എന്ത് ഫോമിലായെന്നും. അപ്പോൾ താങ്ക്സ് ഗിവിംഗ് പോലുള്ള ഒരു ഫോറിൻ ഫെസ്റ്റിവൽ നമ്മളിപ്പോൾ ഇവിടെ ആഘോഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് കുറച്ച് പേരുടെ മനസ്സിലെങ്കിലും തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ഏത് രാജ്യത്തെ ഫെസ്റ്റിവലാണ് എന്നതിന് എനിക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് തോന്നിയില്ല. അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ബി താങ്ക്ഫുൾ അബൌട്ട് ദി സ്മോൾ തിങ്സ് ഇൻ ലൈഫ് ആൻഡ് ബി ഹാപ്പി വിത്ത് ദ ഫാമിലി ടുഗെദർ, എൻജോയ് സം ഫാമിലി ടൈം. ആ ഒരു കോൺസെപ്റ്റിനോടുള്ളൊരു ഇഷ്ടം തോന്നിയതുകൊണ്ട് കുറേ കാലമായിട്ട് മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ആഘോഷിക്കണം എന്നുള്ളത്. പക്ഷേ ഞാൻ ചെറിയ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റൊക്കെ എഴുതിയിട്ട് കുട്ടികളെ കൊണ്ട് ഒരു ജാറിലൊക്കെ ഇടിപ്പിക്കാറുണ്ട്. പിന്നെ ഇവരുടെ സ്കൂളിലും ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ എന്തിനോടാണ് താങ്ക്ഫുൾ അത് എഴുതി ട്രീയിലൊക്കെ കെട്ടിയിടുന്ന അങ്ങനെയൊക്കെ കുറേ പരിപാടികൾ അവർക്ക് സ്കൂളിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആകാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ. പിന്നെ നമുക്ക് ഫാമിലി മെമ്പേഴ്സ് കൂടുതലുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തവണ തന്നെ നമ്മുടെ ഒരു ഫസ്റ്റ് എവർ താങ്ക്സ് ഗിവിംഗ് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എവ്രി ഇയർ കണ്ടിന്യൂ ചെയ്യുന്നൊരു റിച്വലാക്കി മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഫിൽ ചെയ്ത് വെച്ച് അതിലും ബട്ടറൊക്കെ തേച്ച് സെറ്റാക്കി നമ്മുടെ ഈ ചോക്ലേറ്റ് ഫഡ്ജിൻ്റെ സംഭവം അതിലേക്ക് ഒഴിച്ചു. ഇതൊരു 2 ഇൻഗ്രീഡിയൻറ്റ് റെസിപ്പി ആയിരുന്നു. അതായത് ആകെ കൂടി ചോക്ലേറ്റും മിൽക്ക് മെയ്ഡും മാത്രം. മിൽക്ക് മെയ്ഡ് ചെറുതായി ചൂടാവുമ്പോൾ ചോക്ലേറ്റ് അതിലിട്ട് മെൽറ്റ് ചെയ്യുക, എന്നിട്ട് ഒഴിച്ച് സെറ്റാക്കാൻ ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളതായിരുന്നു. സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ ഈ 2 സാധനങ്ങളും, മിൽക്ക് മെയ്ഡും അല്ലെങ്കിൽ ഡയറി മിൽക്ക് സിൽക്കും, അത് രണ്ടും ഭയങ്കര ടേസ്റ്റിയാണ്, സ്വീറ്റാണ്. ഇത് അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സായി വരുമ്പോൾ അതിൻ്റെ മധുരം ഇരട്ടിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നല്ല നമുക്ക് കുക്ക് ചെയ്യുമ്പോഴുള്ള ഒരു സ്മെല്ലും എല്ലാം കൂടി അൺസഹിക്കബിൾ ആയിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് വന്നപ്പോൾ ഇത് വല്ലാണ്ട് മെൽറ്റഡായ ഒരു, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മുറിച്ചെടുക്കാവുന്ന ഒരു കൺസിസ്റ്റൻസി ഇതിന് വന്നു ചേർന്നില്ല. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു പക്ഷേ ഇവർ ഈ 2 ഇൻഗ്രീഡിയൻറ്റ് റെസിപ്പി ആക്കാൻ ഉള്ള പരിശ്രമത്തിൽ അത് ആ ചേർത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വീഡിയോയിൽ പറയാതെ പോയോ എന്നൊക്കെ എനിക്കൊരു സംശയം തോന്നി. ഒന്നുകിൽ അത്, അല്ലെങ്കിൽ ഞങ്ങൾ യൂസ് ചെയ്തത് ഈ ഡയറി മിൽക്ക് സിൽക്കാണല്ലോ, അത് കുറച്ചും കൂടി ഒരു പെട്ടെന്ന് മെൽറ്റ് ആവുന്ന കൺസിസ്റ്റൻസിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുക്കിംഗ് ചോക്ലേറ്റ് യൂസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതായിരിക്കാം നമ്മുടെ ഭാഗത്ത് നിന്ന് ആ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം. എന്ത് തന്നെയായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, വഴിയെ കാണിച്ചു തരാം എന്ത് ഫോമിലാണ് സംഭവം റെഡി ആയതെന്ന്. ഇപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോട് കൂടി നമ്മളതിനെ ഇളക്കി മെൽറ്റാക്കി ഒഴിച്ച് സെറ്റാക്കി എടുത്തു വെച്ചു.
ചോക്ലേറ്റോ എന്തെങ്കിലും സ്വീറ്റായ ഡിഷോ ഉണ്ടാക്കി കഴിയുമ്പോൾ സാധാരണ എല്ലാ വീട്ടിലും സ്ഥിരമായി നടക്കുന്ന കലാപരിപാടി തന്നെയാണ് ഇപ്പോൾ ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. പിള്ളേർ 3 പേരും കൂടി അവരുടെ കഴിവിൻ്റെ പരമാവധി അതിനെ നക്കി തോർത്തി വൃത്തിയാക്കി എടുത്തു തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ കറിയുടെ ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിട്ടോ. കുക്കറിൽ ജസ്റ്റ് ഒരു വിസിൽ അടിച്ച് കഴിഞ്ഞ് ഒന്ന് വേവിച്ചെടുത്തിട്ട് ബാക്കി നമ്മുടെ ചീനിച്ചട്ടിയിലോട്ട് ഇട്ട് ഞാൻ പറഞ്ഞില്ലേ സീസണിങ് ഒക്കെ ചെയ്ത് അതിനെ റെഡിയാക്കി എടുത്തു. അതോടൊപ്പം തന്നെ നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് ഫഡ്ജും ഫ്രിഡ്ജിൽ സെറ്റായിട്ടുണ്ട്. ഇനി രാത്രിയാണ് പുഡിങ്ങും ചോക്ലേറ്റ് ഫഡ്ജും പുറത്തെടുത്തത്. പുഡിങ്ങിൻ്റെ മുകളിൽ ചെറിയൊരു കവറിങ് ആയിട്ടൊരു എന്താണ് പറയുക, ഒരു ടോപ്പിംഗ് കൊടുക്കണമായിരുന്നു. അപ്പോൾ അത് രാത്രിയാണ് നമ്മൾ കഴിക്കുന്നതിന് കുറച്ച് മുന്നായിട്ടാണ് നമ്മൾ ആ പണി ചെയ്തത്. അപ്പോൾ ഞാൻ കുറച്ച് ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗെയിംസിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് കുറച്ച് ജംസ് ആവശ്യമുണ്ടായിരുന്നു. M&M ആണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് 4 കളേഴ്സ്, അതായത് റെഡ്, ഗ്രീൻ, യെല്ലോ, ബ്ലൂ, ഈ കളേഴ്സ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് ഞാൻ മാറ്റുകയാണ്. ഈ പണി ഞാൻ പിള്ളേരെ ഏൽപ്പിച്ചില്ല. കാരണം ഇത് ഞാൻ പിള്ളേരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കളിക്കാനായിട്ട് ഒന്നും ബാക്കി ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് അവർ കാണാണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് ചെയ്ത്. അപ്പോൾ ഈ 4 കളേഴ്സുള്ള ജെംസ് മാത്രം ഒരു ബോട്ടിലിട്ടു. എന്നിട്ട് ഈ ഓരോ കളറിനും ഓരോ പെർട്ടിക്കുലർ പോയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ണടച്ച് അതിൽ നിന്ന് പിക്ക് ചെയ്യുമ്പോൾ ഏതാണോ കിട്ടുന്നത് അതേക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. അങ്ങനത്തെ ഒരു ഗെയിമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള ജെംസ് സെറ്റാക്കി വെച്ചു. ഇതായിരുന്നു നമ്മുടെ ടോപ്പിംഗ് മിൽക്ക് പുഡിങ്ങിൻ്റെ. ഇതിലിട്ടിരിക്കുന്നത് കുറച്ച് മ്യൂസ്ലി, കുറച്ച് കോൺഫ്ലേക്സ്, പിന്നെ ജൂണുൻ്റെ കുറച്ച് ഈ ബോൺവിറ്റ പോലുള്ള ഒരു മിൽക്കിലിടുന്ന പൗഡർ ഉണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് വെച്ച് മേലെ ഒന്ന് ചെറിയൊരു ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ടായിരുന്നു. ചെറിയൊരു ക്രഞ്ചിനെസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ബദാമും ഞാൻ ഇതിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി ചേർന്നപ്പോൾ ആദ്യം ഒരു ചെറിയ ക്രഞ്ചിനെസ്സും അത് കഴിഞ്ഞ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്. ഈ ഫഡ്ജ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫഡ്ജിൻ്റെ ഒരു സിറ്റുവേഷൻ ഇതായിരുന്നു. ഫഡ്ജ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് മോൾഡിൽ നിന്ന് അത് പുറത്തോട്ട് വന്നു, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചൊരു ഷേപ്പ് അതിന് കിട്ടിയില്ല. അതൊരു മെൽറ്റഡ് ബട്ടറൊക്കെ എങ്ങനെ ഇരിക്കും ആ ഒരു കണ്ടീഷനിലായിരുന്നു. അതിലത്തെ ആ ബട്ടർ പേപ്പർ തന്നെ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ശരിക്കും അതിൽ സ്റ്റിക്കി ആയിട്ടിരുന്ന് ഒരു തരത്തിലും സെർവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മുറിച്ചെടുത്ത് സെർവ് ചെയ്യാനും പറ്റില്ല. കുറച്ചുകൂടി വാട്ടറി ആയിരുന്നെങ്കിൽ നമുക്ക് ആ പുഡിങ്ങിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാമായിരുന്നു. അപ്പോൾ അതിനും പറ്റാത്ത ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിലായിപ്പോയി. സ്റ്റിക്കി സിറ്റുവേഷൻ നമ്മൾ പറയില്ല, അത് തന്നെയായിരുന്നു അവസ്ഥ. എന്തായാലും നമ്മൾ പിന്നെ അത് കഴിച്ചു. ചോക്ലേറ്റ് കഴിക്കാനായിട്ട് നമുക്ക് ഏത് മാർഗവും ഉപയോഗിക്കാമല്ലോ. വേണ്ടി വന്നാൽ നമ്മൾ നക്കിയിട്ടായാലും കഴിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞ് പിള്ളേർ അവിടെ റെഡിയായി വെയിറ്റിംഗ് ആയിരുന്നു. സോ നമ്മളത് പുഡിങ് നല്ല പെർഫെക്റ്റ് കണ്ടീഷനായിട്ട് കിട്ടിയിട്ടോ. ഓരോരോ പീസായിട്ട് ബൗളിൽ സെർവ് ചെയ്യാൻ പാകത്തിന് പുഡിങ് റെഡിയായി കിട്ടി. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ കൊണ്ട് ഒരു സ്കൂപ്പ് പോലെ നമ്മുടെ ചോക്ലേറ്റ് ഫഡ്ജും കൂടെ എടുത്ത് സെർവ് ചെയ്തു. എന്തായാലും ഒരു വെറൈറ്റി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഡിന്നർ ഓൾറെഡി കഴിഞ്ഞിരുന്നു കേട്ടോ. നമ്മുടെ ഡിന്നറിന് ശേഷമാണ് ഇത് സെർവ് ചെയ്തത്. ഇത് സെർവ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയിരുന്നു. കുട്ടികൾക്ക് വേണ്ടി 1-2 ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അഡൽട്സിന് വേണ്ടി ഒരു ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കൂടി ഒരു ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫാമിലി ഒരുമിച്ചായിരിക്കുക, ഒപ്പം തന്നെ നമുക്ക് ഉള്ള ചില അനുഗ്രഹങ്ങളെക്കുറിച്ചൊന്ന് ഓർമ്മിക്കുക, അതേക്കുറിച്ചൊന്ന് പറയുക. ഈ 2 കോൺസെപ്റ്റും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാവുന്ന രീതിയിലുള്ള ഗെയിംസാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പുഡിങ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അഡൽട്സിൻ്റെ ഗെയിം എന്ന് പറയുന്നത് വാട്ട് ഈസ് ഇൻ യുവർ ഫോൺ എന്നായിരുന്നു. നമ്മുടെ ഫോണിൽ ചില കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കും. അതുള്ളവർക്ക് അതനുസരിച്ചിട്ട് പോയിന്റ്സ് കിട്ടും. അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ ചില ആപ്സ് അല്ലെങ്കിൽ ഫോട്ടോസ് എന്തെങ്കിലുമൊക്കെ ചോദിക്കും, അത് കിട്ടുന്ന ആൾക്കൊരു പോയിന്റ് കിട്ടും. നമ്മുടെ ഫോണിൽ അതുണ്ടാവണം. ഇതിലേതെങ്കിലും കിട്ടിയാൽ ഒരു പോയിന്റ് കിട്ടുള്ളൂ. സെക്ഷൻ 2 ആകുമ്പോൾ 5, സെക്ഷൻ 4 15. ആദ്യത്തെ ഫോണിലാണ് ഹു ഹാസ് ഇൻസ്റ്റഗ്രാം? യെസ് ഐ ഹാവ്. വെദർ ആപ്പ്. ഇതിന് 5 പോയിന്റ്സ് കിട്ടും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ. ഹു ഹാസ് എ കാഷ്വൽ വീഡിയോ ഓഫ് യുവർസെൽഫ്? LinkedIn യെസ് ഡോ. അത് 90 വരെ 80 ആയിരുന്നതായിരുന്നു. കോണ്ടാക്ട്സ് 100+. Who has had a missed call today? Missed call. Yes. ഇന്ന് Video of husband or wife. M&M's വെച്ച് 2 കളികളുണ്ടായിരുന്നു. ഒരെണ്ണം നമ്മൾ ഈ ഡൈസ് ഇല്ലേ, പാമ്പും കോണിയുടെയൊക്കെ ഡൈസ് ഇങ്ങനെ എറിഞ്ഞിട്ട് നമ്പർ 1 കിട്ടിയാൽ ഒരെണ്ണം എടുക്കുക, 2 കിട്ടിയാൽ 2 എടുക്കുക, 3 കിട്ടിയാൽ ഒരെണ്ണം തിരിച്ച് അങ്ങോട്ട് ഇടുക, 4 കിട്ടിയാൽ സ്കിപ്പ് ടേൺ, ഒരു ടേൺ കളിക്കാതിരിക്കുക,
5 കിട്ടിയാൽ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഒരെണ്ണം കൊടുക്കുക, ഇപ്പുറത്തിരിക്കുന്ന ആളുടെ നിന്ന് ഒരെണ്ണം എടുക്കുക. അങ്ങനെയൊക്കെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അതനുസരിച്ച് ജസ്റ്റ് ഡൈസ് ഇടുക, എന്നിട്ട് കളിക്കുക. അപ്പോൾ നമ്മൾ ടോട്ടലി എല്ലാവരും കൂടി ഒരു 5 റൗണ്ട്സ് എടുത്തിട്ട് ഏറ്റവും കൂടുതൽ ആരുടെ കയ്യിലാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇത് ഞാൻ 4 കളേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചില്ലേ. ഇതിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഇപ്പോൾ ഗ്രീൻ ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ടെൽ അബൌട്ട് ആൻ ഇൻസിഡൻറ്റ് വിച്ച് മെയ്ഡ് യു താങ്ക്ഫുൾ. അതല്ല വേറൊരു റെഡ് ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ടെൽ അബൌട്ട് എ പേഴ്സൺ ദാറ്റ് യു ആർ താങ്ക്ഫുൾ അബൌട്ട്. യെല്ലോ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ടെൽ അബൌട്ട് എ പ്ലേസ് ദാറ്റ് യു ആർ താങ്ക്ഫുൾ അബൌട്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യായിരുന്നു. അത് ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മുടെയൊക്കെ ലൈഫിലെ ഏറ്റവും താങ്ക്ഫുള്ളായ സിറ്റുവേഷൻസ് നമ്മളൊന്ന് ഓർത്തെടുക്കുകയും മറ്റുള്ളവർക്കും അത് ഭയങ്കര റെലവൻ്റ് ആണെന്ന് തോന്നുകയൊക്കെ ചെയ്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു കളിയായിരുന്നു. വാട്ട്സ് യുവർ നെയിം എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരിൻ്റെ സ്പെല്ലിംഗ്. അപ്പോൾ ആൽഫബറ്റ്സിലെ ഓരോ ലെറ്ററിനും ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യണം. അപ്പോൾ അവരുടെ പേരിൻ്റെ അനുസരിച്ചിട്ടുള്ള കുറേ തവളച്ചാട്ടവും കരടിയെ പോലെ നടക്കലും തലകുത്തി മറിയലും ബോള് കൈകൊണ്ട് തൊടാതെ കാലുകൊണ്ട് മാത്രം ബോൾ എടുത്ത് ഉയർത്തുക, അങ്ങനെയൊക്കെ കുറേ ചെറിയ ആക്ടിവിറ്റീസ്. അത് ജസ്റ്റ് കുട്ടികളുടെ ഒരു ഫൺ എന്നുള്ളൊരു പർപ്പസ് മാത്രമേ ഇതിനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുട്ടികളുടെ ഒരു രസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തതാണ്. അപ്പോൾ അവരത് ശരിക്കും എൻജോയ് ചെയ്തു. നമ്മളെ കൊണ്ട് അത് നടക്കില്ലായിരുന്നു, നല്ല പാടായിരുന്നു. ബട്ട് എനിവേ എവ്രി വൺ ഹാഡ് എ റിയലി ഗുഡ് ടൈം. അടുത്തതായിട്ട് കാവിലെ പാട്ട് മത്സരമായിരുന്നു. എല്ലാവരും ഒരു പാട്ട് പഠിക്കണം. റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഏത് ഭാഷയോ എന്തും എടുക്കാം. ഒരു പാട്ട് പഠിച്ചിട്ട് അത് ഓരോരുത്തരായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തന്നെ വന്ന് ഓരോ പാട്ടുകൾ പാടി. Baby, you're a firework. Come and show 'em what you got. Make 'em go ah ah ah. You gotta shoot across the sky ah ah. I am a little teapot. I am a little teapot. Short and spout. This is my handle. This is my spout. You're not perfect? Who says you're not worth it? Who says you're the only one that's heard it? Trust me, that's the price of beauty. Who says you're not pretty? Who says you're not beautiful? Who says you're... മൗണ്ട് ചാഞ്ചാടു അല്ലിമലക്കാവിൽ പൂരം കാണാൻ അന്ന് നമ്മൾ പോയി. രാവിൽ നിലാവിൽ ദൂരെ ഒരാൾ മരച്ചോട്ടിലിരുന്നു സ്നേഹദാ സിഞ്ചനദല്ലി ಬಾಡದಿರು ಸ್ನೇಹದ ಹೂವೇ ಪ್ರೇಮದ ಬಂಧನದಲ್ಲಿ ಮನಸ್ಸಲ್ಲೇ ಇರಲಿ ಭಾವನೆ. ready 1 2 3 Ready 1 2 3. ശാന്തമീ രാത്രി പാടാൻ പറ്റിയ പാട്ടോ വാദ്യഘോഷാദികൾ കണ്ടുവാ കളിക്ക് കണ്ടുപിടിച്ചിട്ട് പാടുമ്പോൾ പാട്ടാ. ജുംക 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 ഉറുങ്കുഴൽത്തോട് ജുംക 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 ജും ജും തപ്പോട് ജുംക 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 ജും തകിൽപ്പുറം തൊട് ജുംക 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 ജും നല്ല തീരങ്ങളിൽ ലഹരിയിൽ കുതിരവേ കഴിഞ്ഞുട്ടാ. ശാന്തമീ രാത്രിയിൽ എല്ലാത്തിനും രണ്ടാമത്തെ ഒരു കജും കജും കജും. അപ്പം ഞങ്ങളെപ്പോലെ നിങ്ങളും ഇത് ഒരുപാട് എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. See you all next time. Take care. Bye bye.